എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നെഞ്ചിരി പറയാൻ ഡോക്ടർക്ക് മുന്നിൽ സ്ത്രീകൾ തുണിപൊക്കി കാണിക്കുമ്പോഴുള്ള ലജ്ജയാണ് ഈ കണ്ടുപിടുത്തത്തിന് വഴി കഴിച്ചെടുത്തത്. അതെ, ഡോക്ടർമാരുടെ അടയാളമായ സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിക്കപ്പെട്ടത് എങ്ങനെ? അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഫ്രഞ്ച് ഡോക്ടറായ റെനെ ലൈനക്കാണ് സ്റ്റെതസ്കോപ്പിന്റെ ആവശ്യം കണ്ടറിഞ്ഞ് സ്റ്റെത്ത് കണ്ടുപിടിച്ചത്. 1816 സെപ്റ്റംബറിലാണ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. ചികിത്സക്കായി ലൈനക് നടത്തി നോക്കിയ ഒരു സൂത്രവിദ്യയാണ് സ്റ്റെതസ്കോപ്പിന്റെ പിറവിയിൽ കലാശിച്ചത്. പാരീസിലെ നെക്കർ ആശുപത്രിയിലെ ഡോക്ടറായിരുന്നു ഈ 35-കാരനായ ലൈനക്. അവിവാഹിതനായ ലൈനക്കിനെ സ്ത്രീകളെ പരിശോധിക്കുന്നത് ലജ്ജയുണ്ടാക്കുന്ന ഒരു സംഗതിയായിരുന്നു, പ്രത്യേകിച്ച് ശരീരം പരിശോധിക്കേണ്ട അസുഖമാണെങ്കിൽ. അങ്ങനെ ഇരിക്കെ ലൈനക്കിന് ഒരു ദിവസം വളരെ തടിച്ച ഒരു യുവതിയെ പരിശോധിക്കേണ്ടി വന്നു. ഹൃദയമിടിപ്പ് പരിശോധിക്കാനും നെഞ്ചിനകത്തെ ശബ്ദങ്ങൾ കേൾക്കാനും ഒരു നിവൃത്തിയുമില്ല. തടി കൂടി ഈ സ്ത്രീയുടെ ശരീരം തൂങ്ങിക്കിടക്കുന്നത് കൊണ്ട് ഹൃദയമിടിക്കുന്നതൊന്നും കേൾക്കാൻ ലൈനക്കിന് കഴിഞ്ഞില്ല. ആ കാലത്ത് ഹൃദയമിടിപ്പ് നോക്കിയിരുന്നത് നെഞ്ചിൽ കൈവിരൽ വെച്ചും ആവശ്യമെങ്കിൽ അവിടെ ചെവി ചേർത്ത് വെച്ചുമാണ്. സ്ത്രീകളുടേതും ഇങ്ങനെയാണ് പരിശോധിക്കേണ്ടിയിരുന്നത്. ലൈനക് ഈ യുവതിയുടെ നെഞ്ചിൽ കൈവച്ചു നോക്കിയെങ്കിലും ഒന്നും കേട്ടില്ല. ചെവി വെച്ച് നോക്കിയിട്ടോ തദൈവ. ഇതൊക്കെ കഴിയാതെ ചെറുപ്പക്കാരനായ ലൈനക്കിന് മുൻപിൽ ഉടുപ്പ് പൊക്കി കാണിക്കേണ്ടി വന്നു യുവതിക്ക്. ഹൃദയമിടിപ്പ് നോക്കാൻ മാറിടം പൊക്കി നോക്കണം എന്ന സ്ഥിതിയായി. തന്റെ മുന്നിൽ വസ്ത്രം പൊന്തിച്ചു നിൽക്കുന്ന രോഗിക്ക് മുന്നിൽ പരവശനായി പോയ ഡോക്ടർ ഈ വിഷമത്തിൽ നിന്നും മോചനം നേടാൻ വേണ്ടി ആഞ്ഞു ചിന്തിച്ചു. അപ്പോഴാണ് ലൈനക്കിന് ഒരു സൂത്രം തോന്നിയത്. ശബ്ദം ഖരവസ്തുക്കളിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതൽ ഉച്ചത്തിൽ ശബ്ദം ശ്രവിക്കാനാവുമെന്ന് കേട്ടിട്ടുണ്ട്. ഒന്ന് പരീക്ഷിച്ചാലോ എന്നായി ലൈനക്കിന്. കയ്യിൽ കിട്ടിയ ഒരു കടലാസ് ചുരുട്ടി കുഴലാക്കി സ്ത്രീയുടെ സ്തനം താഴെ ചേർത്ത് വെച്ച മറുഭാഗത്ത് ചെവി വെച്ചു. അത്ഭുതം! ഹൃദയമിടിപ്പ് വളരെ വ്യക്തമായി കേൾക്കുന്നു. യുവതിയുടെ മാറിടം ഒരു അപൂർവ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ച ലഹരിയായിരുന്നു അപ്പോൾ ലൈനക്. പിന്നീട് കുറച്ചു ദിവസത്തേക്ക് ലൈനക് ചികിത്സ തന്നെ നിർത്തിവെച്ചു. ഏതൊരു ഡോക്ടർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണം കണ്ടുപിടിക്കാനുള്ള പരീക്ഷണത്തിലായിരുന്നു പിന്നീട് ലൈനക്. ഈ ഉപകരണം ഉപയോഗിച്ച് ഹൃദയത്തിന്റെ മാത്രമല്ല നെഞ്ചിനകത്തെ എല്ലാ ശബ്ദങ്ങളും കേൾക്കാനാവാമെന്ന് അദ്ദേഹം സങ്കല്പിച്ചു. ഇന്ന് കാണുന്ന പോലെയുള്ള ഒരു സ്റ്റെതസ്കോപ്പ് അല്ലെങ്കിലും ഇന്നത്തെ സ്റ്റെതസ്കോപ്പിന്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചത് ലൈനക്കിന്റെ ഈ കണ്ടുപിടുത്തമായിരുന്നു. കുറെ കാലം ഈ ഉപകരണമായിരുന്നു ഡോക്ടർമാർ ഉപയോഗിച്ചു പോന്നിരുന്നത്. പിന്നീട് ഒരു ബ്രിട്ടീഷ് ഡോക്ടർ അതിനെ കുറച്ചുകൂടി ഉപയോഗിക്കാൻ എളുപ്പമുള്ള രൂപത്തിലാക്കി. 1840 ഡോക്ടർ ജോർജ് പി കമ്മാൻ എന്ന ന്യൂയോർക്ക് ഡോക്ടർ ഇരട്ടക്കുഴലും ആനക്കമ്പ് വെച്ചുള്ള 2 ശ്രവണ സഹായമുള്ള സ്റ്റെതസ്കോപ്പായി ഇന്നത്തെ രീതിയിലേക്ക് ഇതിനെ മാറ്റി നിർമ്മിക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വീഡിയോകളുമായി വീണ്ടും കാണാവുന്നതാണ്. അതുവരേക്കും ബൈ.